Hello students, next we are going to discuss about an important topic, structure, from 4th module. Okay, already we discussed about some of the important data types like integer data types, then character data types, then floating point data types. These all data types are primitive or inbuilt data types. What do you mean by inbuilt data types? Inbuilt means ഓൾറെഡി ഇത് സിയിൽ സെറ്റ് ആയിട്ടുള്ള ഡേറ്റ ടൈപ്സാണ്. നമുക്ക് നമ്മുടെ നീഡ് അനുസരിച്ച് ജസ്റ്റ് യൂസ് ചെയ്താൽ മാത്രം മതി. നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്. വാട്ട് യു മീൻ ബൈ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്? യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് മീൻസ് യൂസറായിരിക്കും എന്ത് ഡേറ്റനെ റിലേറ്റ് ചെയ്യുന്നൊരു ഡേറ്റ ടൈപ്പാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിനൊരു നെയിം കൊടുക്കുന്നതും അതിനെ ക്രിയേറ്റ് ചെയ്യുന്നതുമല്ല. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരു പേഴ്സൻ്റെ ഡീറ്റെയിൽസ് വേണം. പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റോ എംപ്ലോയിയോ എന്തോ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു നെയിം, ഏജ്, അഡ്രസ്സ്, ഇങ്ങനെയുള്ള ബേസിക് ഡേറ്റാസ് വേണം. അപ്പോൾ ഈ നെയിം നമ്മൾ സ്റ്റോർ ചെയ്യണമെങ്കിൽ യൂഷ്വലി ഇപ്പോൾ ഒരാളുടെ നെയിം സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ആ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത്? നെയിം ഈസ് എ സ്ട്രിങ്, സോ വി ക്യാൻ ഡിക്ലെയർ എ ക്യാരക്ടർ അറേ, ക്യാർ നെയിം 30. ദെൻ ഏജ് ആണെങ്കിൽ നമ്മൾ ഇൻറ്റ് ഏജ് എന്ന് യൂസ് ചെയ്യും. അഡ്രസ്സ് സ്റ്റോർ ചെയ്യണമെങ്കിൽ അഡ്രസ്സ് ഈസ് ഓൾസോ സ്ട്രിങ്സ്, we are also using a character array, char address 50. സോ ഇപ്പോൾ ഒരു സെയിം പേഴ്സണെ റിഗാർഡ് ചെയ്യുന്ന ഈ 3 ഡീറ്റെയിൽസും എൻ്റെ ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ് ആയിരിക്കും. ബട്ട് നമുക്ക് ഇതിനെല്ലാം കൂടെ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യണം. അങ്ങനെയുള്ള കേസിൽ, അതായത് നമുക്കിപ്പോൾ ഒരു എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണം, സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണം, ദെൻ ഇപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണം, അക്കൗണ്ട് ഹോൾഡറിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണം. അങ്ങനെയുള്ള കേസിൽ അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റാസ് സ്റ്റോർ ചെയ്യണം, പക്ഷേ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് അല്ലെങ്കിൽ സിംഗിൾ ഡേറ്റ ടൈപ്പായിട്ട് നമുക്കതിനെ സ്റ്റോർ ചെയ്യണം. അങ്ങനെയുള്ള കേസിലാണ് സ്ട്രക്ചർ എന്ന് പറയുന്ന ന്യൂ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിളിനകത്ത് ഒരു പേഴ്സണൽ നെയിമും ഏജും അഡ്രസ്സും നമുക്ക് സ്റ്റോർ ചെയ്യണം. അത് നമ്മൾ പേഴ്സൺ എന്ന് പറയുന്ന ഒരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് നമ്മൾ യൂസറായിട്ട് ക്രിയേറ്റ് ചെയ്തു. ആ ഡേറ്റ ടൈപ്പിനെ നമ്മൾ സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ സ്ട്രക്ചർ ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ആൻഡ് സി എ സ്ട്രക്ചർ ക്രിയേറ്റ്സ് എ ഡേറ്റ ടൈപ്പ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഗ്രൂപ്പ് ഐറ്റംസ് ഓഫ് ഓർ ഡേറ്റാസ് ഓഫ് പോസിബിളി ഡിഫറെൻറ്റ് ടൈപ്സ് ഇൻ എ സിംഗിൾ ടൈപ്പ്. ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഡേറ്റാസിനെ അല്ലെങ്കിൽ ഐറ്റംസിനെ ഒരു സിംഗിൾ ടൈപ്പായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇതാണ് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രക്ചർ എന്നൊരു ഡേറ്റ ടൈപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇൻറ്റിജറിന് ഇൻറ്റ്, ഫ്ലോട്ടിന് ഫ്ലോട്ട് എന്നൊക്കെ യൂസ് ചെയ്യുന്ന പോലെ സ്ട്രക്ചർ എന്ന് പറയുന്ന യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പിന് നമ്മൾ കൊടുക്കുന്ന കീവേഡാണ് സ്ട്രക്ട്. ഓക്കെ, ദെൻ ഈ എക്സാമ്പിളിൽ നമ്മൾ സ്ട്രക്ട് പേഴ്സൺ, ക്യാർ നെയിം 30, ഇൻറ്റ് ഏജ്, ക്യാർ അഡ്രസ് 50 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 ഡേറ്റ ടൈപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ക്യാരക്ടർ ഡേറ്റ ടൈപ്സും അല്ലെങ്കിൽ സ്ട്രിങ്സും യൂസ് ചെയ്യുന്നുണ്ട്, ഇൻഡിവിജ്വൽ ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന യൂസർ ഡിഫൈൻഡ് സ്ട്രക്ചറാണ് അല്ലെങ്കിൽ ഡേറ്റ ടൈപ്പാണ് പേഴ്സൺ. അപ്പോൾ അത് സ്ട്രക്ചറാണ് കാണിക്കാൻ വേണ്ടി സ്ട്രക്ട് എന്ന് പറഞ്ഞ കീബോർഡ് നമ്മൾ യൂസ് ചെയ്തു. ഇനി ഇവിടെ ഒരു പി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ പി എന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് പഠിക്കാം. ഓക്കെ, ഇനി അതിൻ്റെ ജനറൽ ഫോർമാറ്റ്. സോ ഫസ്റ്റ് നമ്മൾ സ്ട്രക്ട് എന്ന് പറഞ്ഞൊരു കീവേഡ് യൂസ് ചെയ്യണം. ദെൻ അതിനെ ഫോളോ ചെയ്ത് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചറിൻ്റെ നെയിം നമുക്ക് ഇഷ്ടമുള്ള എന്ത് നെയിം വേണമെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ളത് കൊടുക്കും. ദെൻ നമ്മുടെ ബ്രേസസ് ഓപ്പൺ ചെയ്യുക. ബ്രേസസിനകത്ത് നമ്മുടെ ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്പ് മെമ്പർ 1, ഇപ്പോൾ ഇൻറ്റ് ഏജ്, ഇൻറ്റ് റോൾ നമ്പർ, ക്യാരക്ടർ നെയിം, അങ്ങനെ ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ് കൊടുക്കാം. ദെൻ ഈ ബ്രേസ് ക്ലോസ് ചെയ്യാം. ദെൻ ഇവിടെ നമ്മളൊരു എസ് അല്ലെങ്കിൽ ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ ഒരു പി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ യൂഷ്വലി ഇപ്പോൾ ഒരു ഡേറ്റ ടൈപ്പ് ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഇൻറ്റ് എ എന്ന് പറഞ്ഞ് എഴുതും. അപ്പോൾ ഇത് ഡേറ്റ ടൈപ്പ്, ഇതിൻ്റെ വേരിയബിൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫറെൻറ്റ് ഡേറ്റാസ് വെച്ചിട്ട് ഒരു ന്യൂ ഡേറ്റ ടൈപ്പിനെ ക്രിയേറ്റ് ചെയ്തു. അതായത് ഇൻറ്റിജർ എന്ന് പറയുന്ന പോലെ ഒരു സ്ട്രക്ചർ ഡേറ്റ ടൈപ്പിനെ ക്രിയേറ്റ് ചെയ്തു. ഇനി അതിൻ്റെ വേരിയബിളിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിനെയാണ് സ്ട്രക്ചർ വേരിയബിൾസ് എന്ന് പറയുന്നത്. സ്ട്രക്ചർ എന്ന് പറയുന്ന ന്യൂ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പിൻ്റെ വേരിയബിൾസിനെയാണ് സ്ട്രക്ചർ വേരിയബിൾസ് അല്ലെങ്കിൽ ഓബ്ജക്ട്സ് എന്നൊക്കെ പറയുന്നത്. ആ ഒബ്ജക്റ്റാണ് ഇവിടെ എസ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ പറയാം. വൺസ് മോർ, സ്ട്രക്ചർ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ യൂസിങ് ദ കീവേഡ് struct followed by structure name, then opening the braces, inside the braces
we have to write the different data types that we need. Okay, then next step is we have to create the structure variables, and there are two methods for declaring a structure variables. രണ്ട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ ബ്രേസസ് ഓപ്പൺ ചെയ്തു ഡീറ്റെയിൽസ് എല്ലാം എഴുതി ബ്രേസ് സ്റ്റോപ്പ് ചെയ്തു, അതായത് സെമിക്കോളം കൊടുത്ത് ബ്രേസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു, അല്ലെങ്കിൽ സ്ട്രക്ചർ ഡിക്ലറേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് ഈ പൊസിഷനിൽ നമുക്ക് വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യാം. ഇപ്പോൾ എസ് എന്ന വേരിയബിൾ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇതാണ്ടേ നെക്സ്റ്റ് സ്ലൈഡ് കണ്ടോ, എസ് എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തു. ഇപ്പോൾ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ പേഴ്സൺ ആണെങ്കിൽ ജസ്റ്റ് ഒരു പേഴ്സൺ, നമുക്കിവിടെ എത്ര വേരിയബിൾസ് വേണമെങ്കിലും കൊടുക്കാം. സപ്പോസ് 3 പേഴ്സൺസ് അല്ലെങ്കിൽ 3 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നമ്മളിവിടെ S1, S2, S3 എന്ന് പറഞ്ഞ് നമുക്കിവിടെ കൊടുക്കാം. ഇതൊരു മെത്തേഡ്. ഈ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുക, മെയിൻ ഫംഗ്ഷനകത്ത് കയറി സ്ട്രക്ചർ വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഇൻറ്റ് എ എന്ന് പറഞ്ഞൊരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ ഇവിടെ സ്ട്രക്ചർ ഫോളോഡ് ബൈ സ്ട്രക്ചർ നെയിം, ദെൻ നമ്മുടെ സ്ട്രക്ചർ വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ നമുക്ക് 3 സ്ട്രക്ചർ വേരിയബിൾസ് ആണ് ഉള്ളതെങ്കിൽ S1, S2, S3 ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ആണെങ്കിൽ സ്ട്രക്ട് സ്റ്റുഡൻറ്റ് S1, S2, S3 എന്ന് പറഞ്ഞ് എഴുതണം. സ്ട്രക്ട് സ്റ്റുഡൻറ്റ് S1, S2, S3. അപ്പം നമുക്ക് 2 ടൈപ്സിൽ സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. എയ്തർ ബി ഡിക്ലെയർഡ് വിത്തിൻ ദ സ്ട്രക്ചർ ഡിക്ലറേഷൻസ് ഓർ ആസ് എ സെപ്പറേറ്റ് ഡിക്ലറേഷൻ ലൈക്ക് ദ ബേസിക് ഡാറ്റ ടൈപ്സ്. അതായത് നമുക്ക് ഒന്നുകിൽ നമ്മുടെ സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് ടെർമിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ സെമിക്കോളിന് തൊട്ട് മുമ്പ് കൊടുക്കാം, കോമേറ്റ് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യുക, ആഫ്റ്റർ ദാറ്റ് മെയിൻ ഫംഗ്ഷനകത്ത് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ സ്ട്രക്ചർ ഡിക്ലറേഷൻ്റെ കൂടെ തന്നെ ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ഈ സെമിക്കോളിന് മുമ്പ് ആ വേരിയബിൾസ് മാത്രം എഴുതിപ്പോയാൽ മതി. നമ്മൾ മെയിൻ ഫംഗ്ഷനകത്ത് ചെയ്യുവാണെങ്കിൽ സ്ട്രക്ട് അതിനെ ഫോളോ ചെയ്ത് സ്ട്രക്ചറിൻ്റെ നെയിം, ദെൻ എത്ര വേരിയബിൾസ് ഉണ്ടോ ആ വേരിയബിൾസിനെ അതിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ പഠിക്കാം. എക്സാമ്പിൾ നോക്കാം. Declare a structure, namely student, to store the details like roll number, name, mark for C of 2 students and display the date. അതായത് 2 സ്റ്റുഡൻറ്റിൻ്റെ ഈ പറഞ്ഞ റോൾ നമ്പർ, നെയിം, മാർക്ക് ഫോർ സി എന്ന ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക, ദെൻ അതിനെ ഡിസ്പ്ലേ ചെയ്യാം യൂസിങ് സ്ട്രക്ചർ. അപ്പോൾ നമുക്കിപ്പം സ്ട്രക്ചറൊന്നും ഇല്ലാതെ ഈ ഒരു റൈറ്റ് എ പ്രോഗ്രാം ടു എൻ്റർ ദ ഡീറ്റെയിൽസ് ഓഫ് 2 സ്റ്റുഡൻസ് ആൻഡ് ഡിസ്പ്ലേ ദ ഡേറ്റ എന്ന് പറയുമ്പോൾ ജസ്റ്റ് enter the name of first student, enter the age of second student, enter the age of first student, enter the mark for first student, വീണ്ടും തന്നെ enter the age of second student, enter the roll number of second student, enter the mark for second student. അങ്ങനെ ജസ്റ്റ് ഒന്ന് എഴുതി പോയാൽ മതി. അപ്പോൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ സ്ട്രക്ചറിൻ്റെ കൺസെപ്റ്റ് ഫുള്ള് അതിനകത്ത് യൂസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഹാഷ് ഇൻക്ലൂഡ് ഹെഡർ ഫയൽ കൊടുത്തു. ഇനി നമ്മുടെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ സ്ട്രക്ചർ ഫോളോഡ് ബൈ നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റുഡൻറ്റ്, ദെൻ അതിനകത്ത് ഡീറ്റെയിൽസ് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നെയിം ഡിക്ലെയർ ചെയ്യുക, റോൾ നമ്പർ ഡിക്ലെയർ ചെയ്യുക, മാർക്ക് ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും ഇൻറ്റിജർ വാല്യൂസാണ്. ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് ക്യാരക്ടർ അറേയായിട്ട് ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇത് നമ്മുടെ മെയിൻ ഫംഗ്ഷനകത്ത് വരും. നമുക്കിവിടെ 2 സ്റ്റുഡൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ അതിൻ്റെ സ്ട്രക്ചർ വേരിയബിൾസ് എന്ന് പറയുന്നത് 2 സ്ട്രക്ചർ വേരിയബിൾസ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ സ്ട്രക്ട് സ്റ്റുഡൻറ്റ് S1, S2 3 സ്റ്റുഡൻസ് ആണെങ്കിൽ S1, S2, S3 എന്ന് പറഞ്ഞ് കൊടുത്തേനെ. ഇനി നമുക്ക് ഈ ഓരോരുത്തരുടെയും, അതായത് S1 എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റിൻ്റെ നെയിം, റോൾ നമ്പറും മാർക്കും എൻ്റർ ചെയ്യണം. S2 എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റിൻ്റെ നെയിം, റോൾ നമ്പറും മാർക്കും എൻ്റർ ചെയ്യണം. അപ്പം നമ്മളിപ്പോൾ എൻ്റർ ദ സ്റ്റുഡൻറ്റ് നെയിം കൊടുക്കുമ്പോൾ സാധാരണ എങ്ങനെയായിരിക്കും, നമ്മൾ പെർസെൻറ്റേജസ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ഒരു സ്റ്റുഡൻറ്റിൻ്റെ നെയിം കൊടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും, നമ്മൾ സ്കാനഫിനകത്ത് ക്യാരക്ടർ അറിയണമെന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജസ്, ക്യാരക്ടർ അറിയുമ്പോൾ ഇവിടെ ആമ്പസെൻ്റ് വേണ്ട, ജസ്റ്റ് നെയിം ഒന്ന് മാത്രമായിരിക്കും കൊടുക്കുന്നില്ലേ. സ്കാനഫ് ബ്രാക്കറ്റിനകത്ത് പെർസെൻറ്റേജസ് കൊടുക്കും, ദെൻ നെയിം ഒന്ന് മാത്രം കൊടുക്കും. പേജ് ആണെങ്കിൽ ആമ്പസെൻ്റ് നെയിം ഒന്ന് മാത്രം കൊടുക്കും. ഇവിടെ സ്ട്രക്ചർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്ട്രക്ചർ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു, ആ വേരിയബിൾസിനകത്തോട്ടാണ് നമുക്ക് വാല്യൂസ് കൊടുക്കേണ്ടത്. സോ ആ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് നമ്മുടെ ഇതിനകത്തുള്ള വേരിയബിൾസ് അങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ S1 ഡീറ്റെയിൽസ് ആണെങ്കിൽ നമ്മൾ S1 ഡോട്ട് നെയിം,
ദെൻ എൻ്റർ ദ സ്റ്റുഡൻറ്റ് റോൾ നമ്പർ S1 ഡോട്ട് റോൾ നമ്പർ ഇവിടെ ആംപർസാൻഡ് വേണം. നെക്സ്റ്റ് എൻ്റർ ദ സ്റ്റുഡൻറ്റ് മാർക്ക് ഫോർ സി S1 ഡോട്ട് മാർക്ക്. അപ്പോൾ ഫസ്റ്റ് S1ൻ്റെ നെയിമും റോൾ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന നെയിം, റോൾ നമ്പർ, മാർക്കും എല്ലാം സ്റ്റോർ ആവുന്ന S1ൻ്റെ നെയിം, S1ൻ്റെ റോൾ നമ്പർ, S1ൻ്റെ മാർക്ക് എന്ന് പറഞ്ഞായിരിക്കും. നെക്സ്റ്റ് നമ്മളെന്താ S2ൻ്റെ നെയിം കൊടുക്കണം, S2ൻ്റെ റോൾ നമ്പർ കൊടുക്കണം, S2ൻ്റെ മാർക്ക് കൊടുക്കണം. അപ്പോൾ സെക്കൻഡ് സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ ജസ്റ്റ് അതിനെ പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ അപ്പോൾ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും? നമ്മൾ S1ൻ്റെ റോൾ നമ്പർ, S1ൻ്റെ മാർക്ക്, S1ൻ്റെ നെയിം, ദെൻ S2ൻ്റെ റോൾ നമ്പർ, S2ൻ്റെ നെയിം, S2ൻ്റെ മാർക്ക്, അങ്ങനെ പറഞ്ഞ് വേണം പ്രിൻറ്റ് ചെയ്യാൻ. അപ്പോൾ പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും കൊടുക്കുന്നത്? ഫസ്റ്റ് അതിൻ്റെ നെയിം, റോൾ നമ്പർ, മാർക്ക് എന്ന് പറഞ്ഞാൽ ഹെഡിങ് കൊടുക്കുക. അതിൻ്റെ താഴെ എന്താ S1ൻ്റെ റോൾ നമ്പർ പ്രിൻറ്റ് ചെയ്യുക, S1ൻ്റെ നെയിം പ്രിൻറ്റ് ചെയ്യുക, S1ൻ്റെ റോൾ നമ്പർ പ്രിൻറ്റ് ചെയ്യുക, S1ൻ്റെ മാർക്ക്, ദെൻ S2ൻ്റെ നെയിം പ്രിൻറ്റ് ചെയ്യുക, S2ൻ്റെ റോൾ നമ്പർ പ്രിൻറ്റ് ചെയ്യുക, S2ൻ്റെ മാർക്ക് പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇതിനകത്ത് നമ്മൾ %S/T, %D/T, അപ്പോൾ ആദ്യത്തെ %S-ൻ്റെ അവിടെ നമ്മുടെ നെയിം, നെക്സ്റ്റ് %D-യുടെ അവിടെ നമ്മുടെ റോൾ നമ്പർ, നെക്സ്റ്റ് %D-യുടെ അവിടെ നമ്മുടെ മാർക്ക്. അപ്പോൾ അതിനിടയ്ക്ക് ഗ്യാപ്പ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ /T കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഔട്ട്പുട്ട് ഫസ്റ്റ് എങ്ങനെയായിരിക്കും? എൻ്റർ ദ സ്റ്റുഡൻറ്റ് നെയിം സംഗീ എന്ന് കൊടുത്തു. എൻ്റർ ദ സ്റ്റുഡൻറ്റ് റോൾ നമ്പർ, സോറി ഇവിടെ റോൾ നമ്പർ മിസ്സിംഗ് ആണ്. നമുക്കിവിടെ റോൾ നമ്പർ 27 എന്ന് പറഞ്ഞ് കൊടുക്കാം. നമ്മൾ കൊടുക്കുന്നതാണ്. ഇനി എൻ്റർ ദ സ്റ്റുഡൻറ്റ് മാർക്ക് ഫോർ C 35. രണ്ടാമത്തെ ആളുടെ സ്റ്റുഡൻറ്റ് നെയിമും റോൾ നമ്പറും മാർക്കും കൊടുത്തു. ദെൻ നമ്മുടെ ഔട്ട്പുട്ട് ഇതാ ഇങ്ങനെ വരും. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് 2 സ്റ്റുഡൻറ്റ്, ഇപ്പോൾ 3 സ്റ്റുഡൻറ്റ്സ് ആണെങ്കിൽ വീണ്ടും ഇതേപോലെ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്തേണ്ടി വന്നേനെ. അപ്പോൾ ഇതുപോലെ നമുക്ക് എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം, സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ട് അവരുടെ റാങ്കിനെ ബേസ് ചെയ്ത് ചിലപ്പം നമ്മുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരാം. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് എന്താ സ്ട്രക്ചർ എന്ന് പറഞ്ഞു. ഇനി ഇതിനകത്ത് ഒരു കൺസെപ്റ്റും കൂടെ വരുന്നത്, ഇപ്പം നമ്മളിപ്പം 2 സ്റ്റുഡൻറ്റ്സ് അല്ലെങ്കിൽ 3 സ്റ്റുഡൻറ്റ്സ് അല്ലെങ്കിൽ 4 സ്റ്റുഡൻറ്റ്സ് വരെയൊക്കെ നമുക്ക് മാക്സിമം എൻ്റർ ചെയ്യാം. ഇപ്പോൾ ഒരു 10 സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ എൻ്റർ ചെയ്യണമെങ്കിലോ നമ്മൾ ഇത്രയും സ്റ്റെപ്സ് കഴിഞ്ഞ് എൻ്റർ ചെയ്യും. ഇത്രയും റിപ്പീറ്റഡ് ആയിട്ട് എഴുതുന്നതിന് പകരം എന്ത് ചെയ്യണം? ഇവരെ നമ്മൾ ഫോർ ലൂപ്പിൽ യൂസ് ചെയ്യാം. വേറൊരു കൺസെപ്റ്റും കൂടെ വരുന്നുണ്ട്. മോർ ദാൻ ഇപ്പോൾ ഒരു 3 ഒക്കെ വരും, അല്ലെങ്കിൽ ഒത്തിരി നമ്പേഴ്സ്, നമുക്ക് ഒത്തിരി സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ പേഴ്സൺസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് അറേ ഓഫ് സ്ട്രക്ചേഴ്സ്, അല്ലെങ്കിൽ സ്ട്രക്ചറിനകത്ത് തന്നെ നമുക്ക് അറേ ആയിട്ട് യൂസ് ചെയ്യാം. ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ സ്ട്രക്ചർ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ടോപ്പിക്കാണ്. യൂണിവേഴ്സിറ്റിക്ക് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിക്കുന്ന പോർഷൻസാണ് സ്ട്രക്ചർ. ഇനി നെക്സ്റ്റ് അറേ ഓഫ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. സ്ട്രക്ചറിൻ്റെ തന്നെ വേറൊരു കൺസെപ്റ്റാണ് യൂണിയൻ എന്ന് പറയുന്നത്. സ്ട്രക്ചർ പോലെ തന്നെയാണ് യൂണിയൻ, മെമ്മറിയിൽ മാത്രം ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 4th മൊഡ്യൂളിൻ്റെ നമ്മൾ ഫങ്ഷൻസിൻ്റെ 2 പാർട്സ് അയച്ചു. ദെൻ സ്റ്റോറേജ് ക്ലാസ്സസായി, സ്ട്രക്ചറായി. ഏകദേശം 4th മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ടോപ്പിക്സൊക്കെ നന്നായിട്ട് പഠിക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റഡുള്ള സബ് ടോപ്പിക്സും കൂടെയാണ് ഉള്ളത്. ഓക്കെ, നന്നായിട്ട് സ്റ്റഡി ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കതെല്ലാം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിൻ്റെ അത്രയൊന്നും ഓൺലൈൻ നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രോഗ്രാമിംഗ് സബ്ജക്റ്റ് ആയതുകൊണ്ട്, ചെറിയ സബ്ജക്റ്റ് ആണെങ്കിൽ വലിയ പ്രശ്നമില്ല. പ്രോഗ്രാമിംഗ് സബ്ജക്റ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് റൂമിൻ്റെ ഇത് വരത്തില്ല. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാം. നന്നായിട്ട് പഠിച്ചു വെച്ചിരുന്ന സ്പീഡിൻ്റെ പോർഷൻസ്. ഓക്കെ, താങ്ക് യു, ടേക്ക് കെയർ.